നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എന്താണ് ഈ ഭാരതാംബ വിവാദം? കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനും മുഖ്യമന്ത്രിയുടെ ആസ്ഥാനമായ സെക്രട്ടേറിയറ്റും തമ്മിലുള്ള ചക്കളത്തി പോരാട്ടത്തിൻ്റെ പ്രധാന കേന്ദ്രബിന്ദു ഈ ഭാരതാംബ വിവാദമാണ്. ഭാരതാംബയുടെ പടം വച്ചുള്ള പരിപാടികളിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് കേരളത്തിലെ മന്ത്രിമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്ഭവനിൽ ഗവർണർ പങ്കെടുക്കുന്ന ഏതു പരിപാടിയും ഭാരതാംബയുടെ പടം വച്ചുകൊണ്ടായിരിക്കുമെന്ന് ഗവർണറും അനുയായികളും വാശി പിടിക്കുന്നു. എന്നാൽ ഭാരതാംബ എന്നത് രാജ്യത്തിൻ്റെ ചിഹ്നമല്ലെന്നും അതുകൊണ്ട് ആ ചിത്രം വച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും അത് RSSൻ്റെ മാത്രം സിമ്പലാണെന്നുമാണ് കേരളത്തിലെ മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം ഒന്നടങ്കം പറയുന്നത്. ശരിക്കും എന്താണ് ഈ ഭാരതാംബ വിവാദം? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭാരതാംബ വിവാദം ഉണ്ടായത്? എന്താണ് ഇതിന് പിന്നിലെ അജണ്ട? കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു കാര്യവുമില്ലാത്ത, കേരളത്തിലെ ജനങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത ഒരു അനാവശ്യമായ ഒരു പ്രചരണമാണ് ഈ ഭാരതാംബയെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ഭാരതാംബയുടെ പടം വച്ചാലും വച്ചില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയപരമായ വിലയിരുത്തലുകൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് CPMഉം BJPയും ഒരുപോലെ പയറ്റുന്നത് എന്ന സൂചനയാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത്. ഭാരതാംബ വിവാദം ഉണ്ടായാൽ അത് BJPയും CPMഉം നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകും. അല്ലെങ്കിൽ CPMഉം BJPയും തമ്മിലുള്ള ആദർശപരമായ, ഐഡിയോളജിക്കലായ, പ്രത്യയശാസ്ത്രപരമായ ഏറ്റുമുട്ടലിലേക്ക് അത് പോകും. അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റേതായാലും കേരള സർക്കാരിൻ്റേതായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ വീഴ്ചകൾ, വികസന പ്രവർത്തനങ്ങൾ ഇതൊന്നും തൽക്കാലം ചർച്ച ചെയ്യപ്പെടാതെ പോകും. വികസന പ്രവർത്തനങ്ങളൊന്നും, അല്ലെങ്കിൽ എന്ത് വികസനങ്ങൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നടത്തിയെന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും CPMഉം പറയേണ്ടി വരും. അത് പറയാതിരിക്കുക എന്നുള്ളൊരു തന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കാരണം BJPയും CPMഉം ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതിരിക്കാനും ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഭാരതാംബ പോലുള്ളൊരു വിവാദം മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് CPMൻ്റെയും BJPയുടെയും ബുദ്ധി കേന്ദ്രങ്ങൾ മനസ്സിലാക്കി. ഭാരതാംബ വിവാദം വരുമ്പോൾ സംഭവിക്കുന്നത് UDFന് LDFന് നിലപാടിനോടൊപ്പം നിൽക്കേണ്ടി വരും. കാരണം ഭാരതാംബ എന്നുള്ള സങ്കല്പം കൂടുതലായിട്ടും RSSകാരാണ് മുന്നോട്ട് വയ്ക്കുന്നത്. RSSൻ്റെ പരിപാടിയിലാണ് ഇത്തരം ബിംബങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ LDFൻ്റെ കൂടെ ഇക്കാര്യത്തിൽ UDFന് നിൽക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ BJP ഒരു ഭാഗത്തും LDF ഒരു ഭാഗത്തും, അല്ലെങ്കിൽ CPM ഒരു ഭാഗത്തും, കോൺഗ്രസും UDFും ഇക്കാര്യത്തിൽ LDFന് CPMന് പിറകിലായി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേയൊക്കെ സർക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി, അല്ലെങ്കിൽ സർക്കാർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് മറുപടി പറയേണ്ട സാഹചര്യം ഇല്ലാതാകുമെന്ന് CPM വിചാരിക്കുന്നു. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ല എന്ന് BJPയും ആഗ്രഹിക്കുന്നു. അങ്ങനെ രണ്ട് സർക്കാരിൻ്റെയും വീഴ്ചകൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ ഭയക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ബുദ്ധിപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവ വികാസമാണ്, ഒരു പ്രതിഭാസമാണ് ഈ ഭാരതാംബ വിവാദം എന്നാണ് ഇക്കാര്യത്തിൽ നിരീക്ഷണം നടത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കാരണം ഇപ്പോൾ ഇങ്ങനൊരു വിവാദം ഉയർന്നു വരേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ ദശാബ്ദങ്ങളായി RSSൻ്റെ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാറുണ്ട്. എന്നാൽ ആ പൊതുപരിപാടികളിലാരും, ഇതിനു മുമ്പ് BJP ഭരിച്ച കാലഘട്ടത്തിലൊന്നും ഗവർണർമാർ ഭാരതാംബയുടെ ചിത്രം തങ്ങളുടെ പരിപാടികളിൽ വയ്ക്കാറുമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും, BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും BJPക്കാരായ ഗവർണർമാരോ മുഖ്യമന്ത്രിമാരോ ഒന്നും സർക്കാർ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാറില്ല. പിന്നെ എന്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ മാത്രം സർക്കാർ പരിപാടികളിൽ അല്ലെങ്കിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കണമെന്ന് ഗവർണർക്ക് ഇത്ര നിർബന്ധമെന്താണ്? ആ നിർബന്ധം എന്ന് പറയുന്നത് CPMനെ സഹായിക്കാനുള്ള നിർബന്ധമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പലരും പറയുന്നത്. കാരണം ഇങ്ങനെ വരുമ്പോൾ പിണറായി സർക്കാരും നരേന്ദ്രമോദി സർക്കാരും നേരിടേണ്ട കാതലായ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയുന്നു. ഭാരതാംബ ശബരിമല വിവാദം പോലെ ഭാരതാംബ വിവാദത്തിൻ്റെ പുറകെ കുറേ പേർ പോയി കഴിയുമ്പോൾ സർക്കാർ രക്ഷപ്പെടുന്നു. ഏത് സർക്കാർ? സംസ്ഥാന സർക്കാരിന് രക്ഷപ്പെടും, കേന്ദ്ര സർക്കാരിന് രക്ഷപ്പെടും. ഈ നമ്മുടെ നാഷണൽ ഹൈവേ കനത്ത മഴയത്ത് തകർന്നു വീഴതിൻ്റെ തുടർന്നാണ് ഈ ഭാരതാംബ വിവാദം ഉയർന്നു വന്നതെന്നാണ് പലരും പറയുന്നത്. അതിനു മുമ്പായിരുന്നില്ല ഈ സംഭവം. കനത്ത മഴയത്ത്
കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും മോദി സർക്കാരിൻ്റെയും പിണറായി സർക്കാരിൻ്റെയും അഭിമാന സ്തംഭമായി ഉയർത്തിക്കാട്ടിയിരുന്ന നാഷണൽ ഹൈവേകൾ 6 വരി നാഷണൽ ഹൈവേകൾ ഒറ്റമഴയ്ക്ക് ഒലിച്ചുപോയത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഉയർന്നു വന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ഭാരതാംബ വിവാദം കയറി വന്നത്. എന്ന് വെച്ചാൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ രണ്ട് പാർട്ടികളും ഈ രണ്ട് ഭരണകക്ഷികളും തമ്മിൽ കണ്ടുപിടിച്ച ഒരു ഉപായം മാത്രമാണ് ഈ ഭാരതാംബ വിവാദം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്, രാഷ്ട്രീയ പണ്ഡിതർ പറയുന്നത്. അതിൽ ഏറെക്കുറെ ശരിയുണ്ട് താനും.